ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. 2024 മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് നമ്മുടെ ലാസ്റ്റ് നടന്ന ഗാദി ബോർഡ് LDC ഉൾപ്പെടെ ലാസ്റ്റ് അതേപോലെ 3 LDCയുടെ 3 ഫേസ് കഴിഞ്ഞു. ആ 3ൻ്റെയും കൂടി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് 24 മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സുമാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഒരു ക്വിക്ക് റിവിഷനായിട്ട് നിങ്ങൾ എടുത്താൽ മതി. കാര്യം ഇനി ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്വിക്ക് റിവിഷനായിട്ടൊന്ന് എടുത്താൽ മതി ക്ലാസ്. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ അറിയാവുന്നത്? തോമസ് പെയിൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തോമസ് പെയിൻ ആണ്. അതേപോലെ നോക്കിക്കുകയും, അതായത് അദ്ദേഹം ആണ് എന്ത് പറയുന്നത്? കോമൺ സെൻസ് എന്ന ലഘുലേഖ ആരുടേതാണ്? തോമസ് പെയിൻ്റേതാണ് കോമൺ സെൻസ്. ആ ഒരു ലഘുലേഖയാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയുമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതും, അതേപോലെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നതാണ് നമ്മുടെ അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞത് ആരാണ്? നമ്മുടെ തോമസ് പെയിൻ ആണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള മറ്റൊരാളുടെ പേരാണ് ജെയിംസ് ഓട്ടീസ്. എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജെയിംസ് ഓട്ടീസ് എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജെയിംസ് ഓട്ടീസ് ആണ്. ഇനി മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരെ പറ്റി പഠിച്ചു വെക്കുക. അപ്പോൾ തോമസ് പെയിൻ, അതേപോലെ ജോൺ ലോക്ക്, ജെയിംസ് ഓട്ടീസ് ഒക്കെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പേരുകളാണ്. ഇനി അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി നമ്മൾ 3 തത്വചിന്തകന്മാരല്ലേ പഠിക്കുന്നത്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. സോ ആൻസർ ചെയ്ത് വരും ഇവിടെ എ വരും. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഏതാണ് നമുക്കറിയാം, അത് സൈമൺ ബൊളീവർ ആണ്. സൈമൺ ബൊളീവർ. ആരൊക്കെയായിരുന്നു? ജോസെ സാൻ മാർട്ടിൻ, അതേപോലെ ഫ്രാൻസിസ്കോ ഡി മിരാഡ, അതേപോലെ സൈമൺ ബൊളീവർ. അങ്ങനെ 3 പേരാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ് സൈമൺ ബൊളീവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആരാണ്? ട്രോട്സ്കി ആണ്. ട്രോട്സ്കിയുടെ എന്താണ് പ്രത്യേകത? അതായത് റഷ്യയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ പാർട്ടിയാണ് 2ആയിട്ട് മാറുന്നത്. എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്? മെൻഷെവിക്കും അതേപോലെ തന്നെ ബോൾഷെവിക്. 2 പാർട്ടികളായിട്ട് മാറുന്നുണ്ട്. ബോൾഷെവിക്. ഓക്കെ, ഇതിൽ ബോൾഷെവിക്കിന് നേതൃത്വം നൽകിയത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പേര് ലെനിനാണ്. ലെനിൻ്റെ ഒപ്പം തന്നെയുള്ള ഒരാളാണ് ആര്? ട്രോട്സ്കി എന്ന് പറയുന്നത്. ലെനിനും ട്രോട്സ്കിയുമായിരുന്നു ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. മെൻഷെവിക് ആണെങ്കിൽ ആരാണ്? അത് അലക്സാണ്ടർ കെരൻസ്കി ആണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രോട്സ്കി. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും 1 C ആണെന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യുക? ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്ത് കളയാം. 1 C, അതേപോലെ 2 A ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, 4 D, 4 B, 3 D. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ചൈനയെ ആധുനികീകരിക്കാൻ സൻ യാത്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് സൻ യാത്സനെ പറ്റി പഠിക്കുമ്പോഴേക്കും അദ്ദേഹം മുന്നോട്ട് വെച്ച 3 ആശയങ്ങളാണ്. ഒന്ന് ദേശീയത, അതേപോലെ തന്നെ ജനാധിപത്യം, അതേപോലെ മറ്റൊന്നാണ് സോഷ്യലിസം. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് അദ്ദേഹം എന്തിലുദ്ദേശിച്ചത്? ദേശീയത. അതേപോലെ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യം എന്ന കൺസെപ്റ്റ്. മൂലധനം നിയന്ത്രിക്കുകയും അതേപോലെ തന്നെ ഭൂമി തുല്യമായിട്ട് വീതിക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച സോഷ്യലിസം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ സൻ യാത്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കും. അതിൽ തരുന്ന ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ നമുക്കറിയുക എന്തൊക്കെയാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത് 3മാണ് സൻ യാത്സൻ മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ 3 തത്വങ്ങൾ അഥവാ 3 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യം എന്നുകൊണ്ട് അദ്ദേഹം എന്താണ്? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുകയും. സോഷ്യലിസം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം ചെയ്യുകയുമാണ്. സോ ഇവിടെ എന്താണ്? ഇതെല്ലാം എന്താണ്? ശരിയാണ്. സോ ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലഗണനാക്രമത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വർഷം അറിയണം അല്ലേ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ഏതാണ്? 1776 അല്ലേ? 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അതുകൊണ്ടാണ് ജൂലൈ 4 അമേരിക്കയുടെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്.
ഇനി ബോസ്റ്റൺ ടീ പാർട്ടി എന്നായിരുന്നു? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. പാരീസ് ഉടമ്പടി ഏത് വർഷമാണ്? 1783 ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എവിടെയാണ്? ഫിലാഡൽഫിയയിൽ എന്നായിരുന്നു? 1774. രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് ആണ് ഇവിടെ 1775, അതും ഫിലാഡൽഫിയയിലായിരുന്നു. ഒന്നാം കോണ്ടിനൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ആരായിരുന്നു? അത് ജോർജിയ ആയിരുന്നു അല്ലേ. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ വർഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ കാലഗണനാക്രമത്തിൽ എഴുതണം. അപ്പം അതായത് എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്താണോ തന്നിരിക്കുന്നത് ആ ഒരു ഓർഡറിൽ എഴുതുക. അപ്പം എന്താ നോക്കിക്കേ, ആദ്യം വരേണ്ടത് ഏതായിരിക്കണം? ഈ തന്നിരിക്കുന്നതിൽ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ആദ്യം വരേണ്ടത് അല്ലേ. സോ നോക്കിക്കേ, ബോസ്റ്റൺ ടീ പാർട്ടി. അത് കഴിഞ്ഞ് വരേണ്ടത് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്. നാലാമത്തത് നോക്കിക്കേ 2, പിന്നെ 4 വന്നം. അത് കഴിഞ്ഞ് വരേണ്ടത് ഏതാണ്? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. സോ 1 വന്നം. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് എന്ത് വരുന്നത്? പാരീസ് ഉടമ്പടി. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോകാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് കൂടുതലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, കാലഗണനാക്രമത്തിൽ. അപ്പോൾ നമ്മൾ എന്തറിയണം? അതായത് ഏതെങ്കിലും 1 or 2 വിപ്ലവങ്ങൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ വിപ്ലവങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും നിങ്ങൾ നോക്കി വായിച്ചിട്ട് വേണമായിട്ട് അടുത്ത എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, ഇത് 22/24 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇനി ഫ്രഞ്ച് വിപ്ലവം എന്നായിരുന്നു? 1789 ഫ്രഞ്ച് വിപ്ലവം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. റഷ്യൻ വിപ്ലവം നടന്നത് 1917. അമേരിക്കൻ സ്വാതന്ത്ര്യം, അത് ബോസ്റ്റൺ ടീ പാർട്ടി മുതൽ 1773. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വലിയ പാടില്ല, കാര്യം നമ്മൾ പഠിക്കുന്നത് തന്നെ ഒരു ഓർഡറിലാണ് അല്ലേ. ആദ്യം നമ്മൾ എന്ത് പഠിക്കും? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ റഷ്യൻ വിപ്ലവം പഠിക്കുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നോക്കാം. എന്ത് വരും ആൻസർ വരുന്നത്? 2. രണ്ടാമത്തെ 2 ആദ്യം ഉള്ളത് 2 ഉണ്ട്. സോ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. 2 കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് 4. സോ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ബാർബറോസ. 1941 ഓപ്പറേഷൻ ബാർബറോസ. അതിൻ്റെ ഒപ്പം പഠിച്ചു വെക്കുന്ന മറ്റൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സീ ലയൺ. എന്താണ്? ഇത് ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണം അല്ലേ. ഇവിടെ നമുക്ക് ജർമ്മനിയുടെ എന്താണ്? ബ്രിട്ടൻ ആക്രമണത്തിന് ഹിറ്റ്ലർ നൽകിയ പേരാണ് എന്താ ഓപ്പറേഷൻ സീ ലയൺ എന്ന് പറയുന്നത്. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ സീ ലയൺ. ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട പേരാണ് ഓപ്പറേഷൻ ബാർബറോസ. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 ശരിയാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്കാണ് ഓടിപ്പോയത്. അതും ശരിയാണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നാരാണ്? മാവോ സേതുങ് ആണ്. ഇതും ശരിയാണ്. ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. മാവോ സേതുങ്ങിന് ശേഷം ഹുവ ഗവോ ഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. നമുക്ക് ജനീവ ആസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആസ്ഥാനം ജനീവയാണ്. അതേപോലെ അന്താരാഷ്ട്ര ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന. അതേപോലെ തന്നെ ലോക കാലാവസ്ഥാ സംഘടന. അതേപോലെ തന്നെ ലോക വ്യാപാര സംഘടന. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എവിടെയാണ്? ജനീവയാണ്. ഇതിൻ്റെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എല്ലാത്തിൻ്റെയും ക്യാപിറ്റൽ ജനീവയാണ്. ഇനി റോം ക്യാപിറ്റലായിട്ട് വരുന്നതാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് റോമാണ്. ഇനി ന്യൂയോർക്ക് നോക്കാം. ന്യൂയോർക്ക് ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് UNEPയുടെ UNDP ആണ്. UNDPയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അതേപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനവും ന്യൂയോർക്കാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. UNEP, നമ്മൾ UNDP പറഞ്ഞു ന്യൂയോർക്കാണ്. UNEP ആണെങ്കിൽ അത് നെയ്റോബിയാണ്. UNEPയുടെ ആസ്ഥാനം.
ഇനി നമുക്ക് മറ്റു കുറച്ച് നോക്കാം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? നീതിന്യായ കോടതി ഹേഗാണ്. ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അതേപോലെ ലോക ബാങ്ക് അതേപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി ഇവിടേക്ക് ആസ്ഥാനം എവിടെയാണ്? ഇത് വാഷിങ്ടൺ ഡി സി ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ജനീവ ആസ്ഥാനമായിട്ട് വരുന്ന സർവ്വരാജ്യ സഖ്യമുണ്ട്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്, ലോക കാലാവസ്ഥാ സംഘടന, ലോക വ്യാപാര സംഘടന. UNDP ആണെങ്കിൽ ന്യൂയോർക്കും, UNEP ആണെങ്കിൽ അത് നെയ്റോബിയുമാണ്. UNEP നെയ്റോബി എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. യൂണിസെഫ് ആണെങ്കിൽ ന്യൂയോർക്ക്, അതേപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെയും ന്യൂയോർക്കാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണെങ്കിൽ ഹേഗും, ലോകബാങ്കും അതേപോലെ അന്താരാഷ്ട്ര നാണയനിധിയുമാണെങ്കിൽ അത് വാഷിങ്ടൺ DC യുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ. ലോങ് മാർച്ച് ഏത് വർഷമാണ്? 1934 മാവോ സേതുങ് ചൈനയിൽ നടത്തിയത് അല്ലേ ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം 1911 സന്യാസന്റെ നേതൃത്വത്തിൽ ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം നടക്കുന്നത്. മഹത്തായ സാംസ്കാരിക വിപ്ലവം നടക്കുന്നത് 1966. NCERT പ്രകാരമാണെങ്കിൽ അത് 65. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ജപ്പാന്റെ ചൈന ആക്രമണം നടക്കുന്നത് 1937. നമുക്കിനി ഇത് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഇതാണ് ഒന്നാമത് വരേണ്ടത്. സോ 2 ആദ്യം വരേണ്ടത്. സോ 2 ആദ്യം വരുന്ന ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെയുള്ളത് ഏതാണ്? അടുത്തത് വരേണ്ടത് 34 ലോങ് മാർച്ചാണ്. സോ നോക്കിക്കുക. അപ്പോൾ അതും അല്ല, 2-1. പിന്നെ ഏതാണ് വരേണ്ടത്? ലോങ് മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ജപ്പാന്റെ ചൈന ആക്രമണവും, അത് കഴിഞ്ഞാൽ ലാസ്റ്റാണ് വരേണ്ടത് ഏത്? മഹത്തായ സാംസ്കാരിക വിപ്ലവം. സോ ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? 1783 പാരീസ് ഉടമ്പടി പ്രകാരം നമുക്കറിയാം 1776 ജൂലൈ 4 എന്ത് സംഭവിക്കുന്നത്? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. അതാരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്? അത് തോമസ് ജെഫേഴ്സൺ അതേപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 2 പേര് ചേർന്നാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ജൂലൈ 4 അമേരിക്കയുടെ ദേശീയ ദിനം എന്ന് പറഞ്ഞു. ഇനി 1883 എന്ത് നടക്കുന്നത്? അവസാനം ഇത് അംഗീകരിച്ചുകൊണ്ട് പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം. നാറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 2024 ഒരു ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2022 ഉണ്ട് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബെൽജിയം ഒന്നും തരാം. അപ്പോൾ ബെൽജിയം, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1949 ഏപ്രിൽ 4 എന്ത് സംഭവിക്കുന്നത്? നാറ്റോ തുടങ്ങുന്നത്. അതായത് തുടങ്ങിയ സമയത്ത് അംഗരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് 12. നിലവിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയാവോ? 32. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. 31ാമതായിട്ട് ഫിൻലൻഡ് 2023 ജോയിൻ ചെയ്തത്. 32ാമത്തത് ഏതാണ്? സ്വീഡൻ 32ാമതാണ്. അതായത് 2024 നാറ്റോയിൽ അംഗത്വം എടുത്തതാണ് സ്വീഡൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. 2024 അതായത് നാറ്റോയിലെ അവസാനത്തെ അംഗമാണ് ഏത്? സ്വീഡൻ. 32ാമത്തെ അംഗം ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ 31ാമത്തെ അംഗം ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഇപ്പോൾ നിലവിലുള്ളത് 13ാമത് ജനറൽ സെക്രട്ടറിയാണ്. 13ാമത് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ജീൻസ് സ്റ്റോളൻബർഗ് ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു പേരാണ് എന്താ? മാർക്ക് റുട്ടെ. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ടത് നമ്മുടെ ഒക്ടോബർ 5 എക്സാം ഉള്ളവർ, അതായത് ഒക്ടോബറിൽ എക്സാം ഉള്ളവർക്കൊക്കെ. കാര്യം ഈ മാർക്ക് റുട്ടെ ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നുണ്ട്? അധികാരത്തിലേക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ 1 വരെ ഈ ജീൻസ് സ്റ്റോളൻബർഗും, ഒക്ടോബർ 1 മാർക്ക് റുട്ടെ എന്ത് ചെയ്യുന്നത്? അധികാരത്തിലേൽക്കുന്നത്. എന്തിനാണ് നാറ്റോ തുടങ്ങിയത്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതാണ് എൻ്റെ ഫുൾ ഫോം. എന്തിനാണ് നാറ്റോ തുടങ്ങിയത്? അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണ് എന്താ? നാറ്റോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സമ്മേളനം നടക്കുന്നത് 2023 സമ്മേളന വേദി എന്ന് പറയുന്നത് വിൽനിയസ് ആണ്. അതേപോലെ 2024 വേദി പഠിച്ചു വയ്ക്കുക. വാഷിങ്ടൺ ഡി സി ആണ് 2024 വേദി എന്ന് പറയുന്നത്. അപ്പം നാറ്റോയെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുക. 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് ക്യാപിറ്റൽ. ഇപ്പോൾ നിലവിൽ 32 അംഗരാഷ്ട്രങ്ങളുണ്ട്. 31ാമത് ഫിൻലൻഡ്, 32ാമത് സ്വീഡനാണ്.
13ാമത്തെ ജനറൽ സെക്രട്ടറിയാണ് ജീൻ സ്റ്റോളൻബർഗ്. 14ാമത്തേത് മാർക്ക് റുട്ടെ ഒക്ടോബർ 1 അധികാരത്തിലേൽക്കും. അതുകൊണ്ട് ഈ പേര് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 11-ാമനല്ല, ലൂയി 14-ാമനാണ്. ഇത് തെറ്റാണ്. നമുക്കറിയാം, നമ്മൾ 14ാമത്തെ ആളെ തൊട്ടാണല്ലേ അതിൽ പഠിക്കുന്നത് മെയിനായിട്ട്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. ശരിയാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോണിയറ്റാണ്. ഇതും ശരിയാണ്. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 2, 3 ശരിയാണ്. ഇനി ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14-ാമാണ്. എങ്കിൽ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയനാണ് ഞാനാണ് വിപ്ലവം നെപ്പോളി അങ്ങനെ എന്തെങ്കിലും പ്ലാ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ ഇതൊക്കെ ഓർത്തിരിക്കുള്ളൂ. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അദ്ദേഹം എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു. അതേപോലെ ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി. അതേപോലെ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മാൻ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതേപോലെ ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പോകാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത്. ഇത് നമ്മുടെ ഗാന്ധി ബോർഡ് LDC ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലാസ്റ്റ് വന്നിരിക്കുന്ന എല്ലാം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് 2 ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഈ ഇംഗ്ലണ്ടിലെ രാജാവും വില്യവും മേരിയൊക്കെ നമ്മൾ എവിടെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതായത് ഗ്ലോറിയസ് റവല്യൂഷൻ. അതാണ് ഈ തന്നിരിക്കുന്നത്. ഈ പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിക്കാത്തൊരു സാധനമാണല്ലോ. പക്ഷെ എന്താണ് അതിന് അവരൊന്ന് ഇംഗ്ലീഷീകരിച്ച് തന്നെ തന്നിരിക്കുന്നതാണ്. എന്താണ് ആൻസർ? ഗ്ലോറിയസ് റവല്യൂഷൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കുക. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. വ്യാപാരം നിയന്ത്രിക്കലല്ല അവരുടെ പണി. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നോക്കിക്കേ, ഇത് കണ്ടോ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയുടെ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 49 നമ്മൾ പറഞ്ഞു 1949 ഇത് രൂപീകരിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. 1949 ഏത് ദിവസമാണ്? ഏപ്രിൽ 4. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണോ? അല്ല. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. ഇത് ശരിയാണ്. ഇത് തെറ്റാണ്. പിന്നെന്താണ്? അപ്പോൾ നമുക്ക് 2 നമുക്ക് ആദ്യം 1 ശരിയാണെന്ന് കിട്ടി. നമ്മൾക്ക് വേണ്ടതാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ 1 ബന്ധമുണ്ട്. അപ്പോൾ ഇതല്ല. അപ്പോൾ നോക്കിക്കേ, 1 ബന്ധമുള്ളതാണ്. അപ്പോൾ ഇതുമല്ല. ഇനി ഇത് 2 ഏതാണെന്ന് നോക്കിയാൽ പോരെ? നോക്കിക്കേ, അപ്പം ഇതെല്ലാം നമുക്ക് കിട്ടി. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്, അല്ല എന്ന് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസർ വരേണ്ടത് ഇതാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിക്കേ. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം വയ്ക്കുമ്പോൾ ചൈന അതിൽ അംഗത്വം എടുത്തതായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് കോമൺ സെൻസ് ആയിട്ട് നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി. റോബസ്പിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് ജാക്കോബിൻ ക്ലബ്ബ്. നമുക്കറിയാം ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജാക്കോബിൻ ക്ലബ്ബൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി ഏപ്രിൽ തീസിസ് ആരുടേതാണ്? VI ലെനിൻ്റേതാണ്. സ്പിരിറ്റ് ഓഫ് ലോ ആരുടേതാണ്? അത് മൊണ്ടസ്ക്യൂവിൻ്റേതാണ്. മൊണ്ടസ്ക്യൂ നമ്മൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കുന്ന 3 പേരുടെ പേരുണ്ട്. നിയമങ്ങളുടെ അന്തസത്ത, അതാണ് സ്പിരിറ്റ് ഓഫ് ലോ, മൊണ്ടസ്ക്യൂ. ലോങ് മാർച്ച് ആരുടേതാണ്? മാവോ സേതുങ് 1934. അപ്പോൾ ഏതാണ് നമുക്ക് തെറ്റായ ജോഡിയാണല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ തെറ്റായ ജോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? രഹസ്യ പോലീസ് അറിയപ്പെടുന്ന പേര് ഗസ്റ്റപ്പോ എന്നാണ്. ഗസ്റ്റപ്പോ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യ സംഘടന ഉണ്ടായിരുന്നു. രഹസ്യ സംഘടന എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് ബ്രൗൺ ഷർട്ടാണ്. ബ്രൗൺ ഷർട്ട്സ്, അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് ആയിരുന്നു എന്ത്? ഗസ്റ്റപ്പോ. ഇനി റെഡ് ആർമി ആരുടേതാണ്? റെഡ് ആർമി അഥവാ ചുവപ്പ് സേന ആരുടേതാണ്? അത് മാവോ സേതുങ്ങിൻ്റേതാണ്. എന്താ? ചുവപ്പ് സേന അഥവാ റെഡ് ആർമി. ഇനി ബ്ലാക്ക് ഷർട്ട്സ്, കരിങ്കുപ്പായക്കാർ ആരുടേതാണ്? അത് മുസോളിനിയാണ്. അതേപോലെ തന്നെ റെഡ് ഷർട്ട്സ് ഉണ്ട്, ചുവന്ന കുപ്പായക്കാരുണ്ട്. റെഡ് ഷർട്ട്സ്
അതാണ് തന്നിരിക്കുന്നത്. റെഡ് ഷർട്ട്സ് എന്ന് പറയുന്നത് ഗ്യാരി ബാൽസിയുടേതാണ് റെഡ് ഷർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചുവപ്പ് കാവൽ സേന ആരുടേതാണ്? ലെനിൻ്റേതാണ്. ചുവപ്പ് സേന അഥവാ റെഡ് ആർമി ആരുടേതാണ്? മാവോ സേ തുങ്ങിൻ്റേതാണ്. ചുവപ്പ് കുപ്പായക്കാർ ആരുടേതാണ്? ഗ്യാരി ബാൽസി അഥവാ എന്താണ്, റെഡ് ഷർട്ട്സ് അല്ലേ. കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് മുസോളിനിയുടേതാണ്. ബ്രൗൺ ഷർട്ട്സ് ആണ് ഹിറ്റ്ലറുടേത്. ഓക്കെ, ഹിറ്റ്ലറുടെ സംഘടനയാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് ഗെസ്റ്റപ്പോയാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാവോ? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്ന് പറഞ്ഞത് മുസോളിനിയാണ്. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്ന് പറഞ്ഞത് മുസോളിനിയാണ്. ഓക്കെ, അപ്പോൾ 2024 ക്വസ്റ്റ്യൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. താങ്ക്